ഇന്ത്യയും ശ്രീലങ്കയും ഗാലയിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റിന്റെ ആവേശം അവസാന ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഇന്ത്യക്ക് വിജയിക്കാൻ 6 വിക്കറ്റ് വേണ്ടിവരുമ്പോൾ ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ 288 റൺസാണ് വേണ്ടത്. 372 റൺസിന്റെ വിജയലക്ഷ്യം തേടിയിറങ്ങിയ ലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിലാണ്. ഒന്നാം ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യക്ക് രണ്ടാം ഇന്നിംഗ്സിൽ മികച്ച ഒരു ബാറ്റിംഗ് പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. ആദ്യ ഇന്നിംഗ്സിൽ 462 റൺസ് നേടിയ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 193 റൺസിനാണ് ഓൾ ഔട്ടായത്. 66 റൺസ് നേടിയ ഋഷഭ് പന്തും 44 റൺസ് നേടിയ ദേവദത്ത് പടിക്കലും 35 റൺസ് നേടിയ കെ രാഹുലും മാത്രമാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ രണ്ടക്കം കടന്നത്. മറ്റുള്ളവർ ഒറ്റയക്കത്തിൽ ഒതുങ്ങി. ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന ഒന്നാം ടെസ്റ്റിൽ ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഋഷഭ് പന്ത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 സിക്സർ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മാറി ഋഷഭ് പന്ത്. ലോക ക്രിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ബെൻ സ്റ്റോക്കിനും ബ്രണ്ടൻ മക്കല്ലത്തിനും ആഡം ഗിൽക്രിസ്റ്റിനും ശേഷമായിട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ 100 സിക്സർ നേടുന്ന 4ാമത്തെ താരമാണ് ഋഷഭ് പന്ത്. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് മത്സരത്തിനിടയിൽ ഗുരുതരമായി പരിക്കുപറ്റിയ ശ്രീലങ്കൻ താരമായ ദിനേശ് ടെൻഡുമാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടെസ്റ്റ് മത്സരത്തിന്റെ 4ാം ദിവസം ഫീൽഡിങ്ങിനിടയിൽ കഴുത്തിനും തോളിനും പരിക്കുപറ്റിയതിനെ തുടർന്നാണ് ശ്രീലങ്കൻ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയ ഓസ്ട്രേലിയൻ ടീം രണ്ടാം ടെസ്റ്റിനുള്ള ഓസ്ട്രേലിയൻ ടീമിൽ മാറ്റം വരുത്തി. ആദ്യ ടെസ്റ്റിൽ നിറം മങ്ങിയ ഓപ്പണർ ജഗ് വെദറാൾഡിനെ ഒഴിവാക്കി പകരം മാറ്റ് റഷാൽഡിയെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കാനിരിക്കെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന് വൻ തിരിച്ചടി. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ സൂപ്പർ താരവും ക്യാപ്റ്റനുമായ ബാബർ അസം പരിക്കിനെ തുടർന്ന് ആദ്യ ടെസ്റ്റ് കളിക്കുന്നില്ല. ബാബറിന് പകരമായിട്ട് സൽമാൻ അലി ആഖയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ നയിക്കുന്നത്.